വഴികൾ നിന്നിലുണ്ടല്ലോ നാഥാ. നിന്നെ വിട്ടു പിന്നെ ഞങ്ങൾ എങ്ങു പോയിടും? നിത്യജീവമൊഴികൾ. നിത്യവും ശ്രവിക്കാം നിത്യജീവമൊഴികൾ. വാഴ്ത്തുമേശുനാഥനെ തൻ കൃപകളോർത്തെന്നും താഴ്ത്തുന്നെന്നെ നിൻ സവിധേ നന്ദിയോടെ നിത്യവും. താഴ്ത്തുന്നെന്നെ നിൻ സവിധേ നന്ദിയോടെ നിത്യവും. വാഴ്ത്തുമേശുനാഥനെ. നിത്യജീവമൊഴികൾ ശ്രവിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് നൽകിയല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 26-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിൻ്റെ അത്ഭുത പ്രവർത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. ഈ പ്രഭാതത്തിൽ നാം ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്, ദൈവത്തിന് സ്തോത്രമർപ്പിക്കുകയാണ്. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ശോധന ചെയ്യുവാനും വ്യസനത്തിനുള്ള വല്ല മാർഗവും എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമുക്കിടയാകട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാം വാക്യം: നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. കർത്താവായ യേശുക്രിസ്തു 30-ാമത്തെ വയസ്സിൽ തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ മാനസാന്തര സ്നാനം പ്രസംഗിച്ചു കൊണ്ടിരുന്ന യോഹന്നാൻ സ്നാപകനിലൂടെ പരസ്യമായി യോർദാൻ നദിയിൽ സ്നാനമേൽക്കേണ്ടത് ആവശ്യമായിരുന്നു. യോഹന്നാൻ നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യമെന്ന് പറഞ്ഞ് ആദ്യം വിലക്കുന്നുവെങ്കിലും കർത്താവ് പറയുന്നു, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേൽക്കുവാൻ തീരുമാനിച്ചതായിട്ട് നമുക്ക് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. യേശു കർത്താവ് യഹൂദ കുലത്തിൽ ജനിച്ച വ്യക്തിയാണ്. യഹൂദ കുലത്തിൽ ജനിച്ച വ്യക്തി എന്നുള്ള നിലയിൽ മാതാപിതാക്കൾ അഥവാ യോസേഫും മറിയയും 8-ാം നാളിൽ പരിച്ഛേദന ഏൽപ്പിക്കുവാൻ ദേവാലയത്തിൽ കൊണ്ടുവന്ന സംഭവം നമുക്ക് ഓർക്കുവാൻ കഴിയും. അതുമാത്രമല്ല, കർത്താവ് പതിവായി യഹൂദ പള്ളി പോയിരുന്നതായിട്ടും നമുക്ക് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. അവിടെയുള്ള ശാസ്ത്രിമാരും പരീശന്മാരുമായ പണ്ഡിതന്മാരുമായിട്ടുള്ള ആളുകളുമായി നമ്മുടെ കർത്താവ് ന്യായപ്രമാണം ത്തിലെ അത്ഭുതമേറിയ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതും അതിൽ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും തെറ്റുകളെ തിരുത്തുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവായ യേശു ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനാണ്. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങുവാൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി കർത്താവ് ഇഹലോകത്തിലേക്ക് വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടതാകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് ന്യായപ്രമാണത്തിലെ നീതി നിവർത്തിക്കുവാൻ കടന്നു വന്ന ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള നിലയിലാണ് യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിൻ്റെ സ്നാനം എന്തിന് എന്ന് ചോദിക്കുന്നതായ ആളുകളുണ്ട്. സ്വർഗത്തിൽ പോകുന്നതിനുള്ള ഒരു ഗോവേണിയായി സ്നാനത്തെ ചിത്രീകരിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനപ്രകാരം സ്നാനം എന്നുള്ളതൊരു പ്രവൃത്തി എന്ന നിലയിൽ യാതൊരു പ്രവൃത്തികളും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ആവശ്യമില്ല എന്നുള്ളതാണ് നാം തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. അതുതന്നെയല്ല, യേശു കർത്താവിന് സ്വർഗത്തിൽ പോകുവാനുള്ള ഒരു ഗോവേണിയായി സ്നാനപ്പെടേണ്ടതായ ആവശ്യവുമില്ലായിരുന്നു. കാരണം
കർത്താവ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവൻ, സ്വർഗത്തിൽ കയറിയവൻ, ഇനി വീണ്ടും വരുവാനിരിക്കുന്നവൻ. അതുകൊണ്ട് കർത്താവിന് ഒരു സ്നാനത്തിൻ്റെ ആവശ്യകത മാനുഷികമായ നിലയിൽ ചിന്തിക്കുവാൻ പോലും ആവശ്യമില്ല. എന്നാൽ എന്തുകൊണ്ട് കർത്താവ് സ്നാനമേറ്റു എന്നുള്ളതിന് കർത്താവ് തന്നെ മറുപടി പറയുന്നുണ്ട്. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടതാകുന്നു. അതുകൊണ്ട് യോഹന്നാനെ, നീ തടസ്സം പറയേണ്ടതായ ആവശ്യമില്ല, നീ ഇപ്പോൾ സമ്മതിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്നാനം കഴിപ്പിക്കുന്നതായും പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ കർത്താവിൻ്റെ മേൽ ആവസിക്കുന്നതായിട്ടും യോഹന്നാൻ കാണുകയാണ്. ഈ നിലയിൽ കർത്താവ് സ്നാനമേറ്റ ഉടനെ സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മത്തായി സുവിശേഷത്തിൽ ആ നിലയിലും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നും നാം വചനത്തിലൂടെ വ്യക്തമായി മനസ്സിലാക്കുന്നു. പ്രിയരെ, സ്വർഗം സാക്ഷി വെച്ച, സ്വർഗം മുദ്ര വെച്ച, സ്വർഗീയ അംഗീകാരം ലഭിച്ച ഒരു സ്നാന ശുശ്രൂഷയാണ് ഇവിടെ യേശുക്രിസ്തുവിൻ്റെ സ്നാനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ സ്നാനം മാത്രമല്ല, തുടർന്ന് താൻ 3.5 വർഷം നിർവഹിക്കുവാൻ പോകുന്ന തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സ്വർഗീയ അംഗീകാരം എന്നുള്ള നിലയിലാണ് യേശു സ്നാനമേറ്റത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതുമാത്രമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് നല്ലൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക നാമും പിൻപറ്റേണ്ടത് ആവശ്യമാണ് എന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന സ്വർഗീയമായ അംഗീകാരം, പ്രിയരെ, കർത്താവിൻ്റെ ആ സ്വർഗീയമായ അംഗീകാരം, കർത്താവിന് ലഭിച്ച ആ സ്വർഗീയമായ അംഗീകാരം നമുക്കും ലഭിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 2 വട്ടം കർത്താവിന് സ്വർഗീയമായ അംഗീകാരം ലഭിച്ചതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന് സ്നാന സമയത്തും, മറ്റൊന്ന് നമ്മുടെ കർത്താവ് മറുരൂപമലയിൽ മോശയ്ക്കും ഏലിയാവിനും ഒപ്പമായിരിക്കുമ്പോൾ ആ രൂപാന്തരപ്പെടുന്ന പ്രത്യേക സന്ദർഭത്തിലും സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷ്യമുണ്ടാകുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. നമ്മുടെ കർത്താവിൻ്റെ ആ നല്ല മാതൃക നാമും പിൻപറ്റുവാൻ ആവശ്യമുണ്ട്. എഫെസ്യർ 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നതാകിയാൽ പ്രിയമക്കൾ എന്ന പോലെ കർത്താവിനെ അനുസരിപ്പീൻ, കർത്താവിനെ അനുകരിപ്പീൻ. നാം പ്രിയമക്കളാകുവാൻ നമ്മൾ കർത്താവിനെ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. മക്കൾ എന്ന അനുഭവത്തിലേക്ക്, ദൈവത്തിൻ്റെ മക്കൾ എന്ന അനുഭവത്തിലേക്ക് വരുവാൻ നമുക്കൊരു പ്രവൃത്തിയും ആവശ്യമില്ലായിരുന്നു. അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം തന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീർന്നവർ നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് പ്രശംസിക്കുവാൻ ആവശ്യമില്ല. നമുക്ക് വിശ്വസിക്കുവാനുള്ള ആ വരം പോലും നമ്മുടെ ദൈവം നമുക്ക് നൽകിയത് കൊണ്ടാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനിടയായി തീർന്നത്. അതിലും നമുക്ക് പ്രശംസിക്കുവാൻ എന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൽ നാം വിശ്വസിച്ചപ്പോൾ യേശു കർത്താവിൻ്റെ ക്രൂശിലെ ബലിമരണം എൻ്റെ പേർക്കായിരുന്നു എന്ന് വിശ്വസിക്കുകയും ആ നിലയിൽ കർത്താവിനെ ഉൾക്കൊള്ളുകയും ചെയ്തപ്പോൾ നാം സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ആ അനുഗ്രഹീതമായ പേരിന് ഉടമകളായി തീർന്നു. എന്നാൽ പ്രിയമക്കൾ എന്ന അനുഭവത്തിലേക്ക് കടന്നു വരണമെങ്കിൽ കർത്താവ് എന്തു പറഞ്ഞുവോ അതനുസരിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. കർത്താവിനെ അനുസരിക്കുന്നവർ നമ്മുടെ പ്രവർത്തികൾ പ്രിയമക്കളാകുവാൻ അത്യന്താപേക്ഷിതമാണ്. പിതാവാം ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച് പ്രിയപുത്രൻ എന്നുള്ള ആ പേരിന് സ്വർഗം സാക്ഷിയായി തീർന്നതുപോലെ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് കാണിച്ച നല്ല മാതൃക നാമും പിൻപറ്റി കർത്താവിൻ്റെ പ്രിയമക്കളായി കർത്താവിനെ അനുകരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ചിന്തകളാൽ നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുവചനം ശ്രദ്ധിപ്പാൻ ഇന്ന് രാവിലെയും അവിടുന്ന് തന്ന വിലയേറിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് പ്രിയപുത്രൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിവർത്തിച്ചത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് ഭാഗ്യം തന്നത് കൊണ്ട് സ്തോത്രം. എന്നാൽ പ്രിയമക്കൾ എന്ന പോലെ അങ്ങയുടെ കൽപ്പനകളെ അനുസരിക്കുവാനും അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാനും അവിടുന്ന് നിങ്ങൾക്ക് കൃപ തരുമാറാകണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. കാന്തനവേശു വന്നിടും വേഗം, കാന്തയം തൻ സഭയെ ചേർത്തിടുവാൻ. കാന്തനവേശു വന്നിടും വേഗം, കാന്തയം
തൻ സഭയെ ചേർത്തിടുവാൻ. കാലങ്ങളായി ഞാൻ കാത്തിരിക്കുന്നു, കാന്താ നീ വേഗം വന്നിടണേ. കാലങ്ങളായി ഞാൻ കാത്തിരിക്കുന്നു, കാന്താ നീ വേഗം വന്നിടണേ.